നമുക്കിന്നൊരു അടിപൊളി തേൻനെല്ലിക്ക ഉണ്ടാക്കിയാലോ. നല്ല നാടൻ നെല്ലിക്ക കിട്ടിയപ്പോൾ ആദ്യം വിചാരിച്ചു ഉപ്പിലിടാന്ന്, പിന്നെ വിചാരിച്ചു തേൻനെല്ലിക്ക ഉണ്ടാക്കിയാലോ എന്ന്. പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ല ചില്ലിൻ്റെ ഭരണിയിൽ തേൻനെല്ലിക്ക കിടക്കുന്നത് കാണാൻ എന്തോ ഒരു രസമാണെന്നറിയോ. അത് കാണുമ്പോൾ തന്നെ ഞാൻ വാങ്ങി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ക്രേവിങ്സ് മാറ്റാൻ അതുപോലെയൊന്നും അല്ലെങ്കിലും ഒരു തട്ടിക്കൂട്ട് തേൻനെല്ലിക്ക ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നെല്ലിക്ക നന്നായിട്ട് കഴുകി തുടച്ച് നമ്മൾ വരയിട്ട് കൊടുത്ത് വേവിക്കാൻ വെച്ചു. അപ്പോൾ തന്നെ ശർക്കരയും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ശർക്കര പാവ് റെഡിയാവുമ്പോൾ അതിലേക്ക് ടേസ്റ്റ് കൂടാൻ ഏലക്കായും പട്ടയും ഇട്ട് കൊടുത്തു. എന്നിട്ട് വെന്ത് വന്ന നെല്ലിക്ക ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര പാവിലേക്ക് ഇട്ട് കൊടുത്തത് ഇപ്പരിവാക്കിയെടുത്തു. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് തേൻ ഇപ്പുണ്ടായിരുന്നു. ആ തേനും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതൊരു 3-4 ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരമൊക്കെ നന്നായിട്ട് പിടിക്കും. പക്ഷെ അതുവരെയുള്ള ക്ഷമ എനിക്കില്ല. ഞാൻ അപ്പം തന്നെ കഴിച്ചു. നിങ്ങൾക്ക് തേൻ നെല്ലിക്ക ഇഷ്ടമാണോ?